Hi, my dear students. Good morning. Welcome back to my class. In this class, we focused on the topic the origin of writing. We all know that how language evolved, how the two modes of language origin, the origin of writing. Speech and writing are two more basic manifestation of language. Each has its own function. Two basic manifestation of language are speech and writing. If we analyze the linguistic history of any community, it will be clear that speech originates much earlier than writing and that writing is only a later development. ഇതുപോലെ നിങ്ങൾ എഴുതണം കേട്ടോ. അത് ചോദിക്കുകയാണെങ്കിൽ അത് സ്പീച്ചാണ് വന്നത്, പിന്നെ റൈറ്റിംഗ് ആണ് വന്നത്. ആസ് F.T. Wood remarked, the origin of writing is a great leap forward in the history of human civilization. Origin of writing is the great leap forward in the history of human civilization. Without writing, we should be very largely ignorant of the way of life and the modes of thought of our ancestors. നമുക്ക് റൈറ്റിംഗ് ഇല്ലെങ്കിൽ നമുക്കറിയില്ല നമ്മളെ പൂർവികരുടെ വേ ഓഫ് ലൈഫിനെ കുറിച്ചിട്ടും അവരുടെ ചിന്തകളെ കുറിച്ചിട്ടും ഒന്നും അറിയാൻ പറ്റില്ല. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ഇൻ സം ലാംഗ്വേജ് ദർ ഈസ് എ 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. അങ്ങനെ കറസ്പോണ്ടൻസ് ഉണ്ട്. ബട്ട് ഇൻ നമ്പർ ഓഫ് ലാംഗ്വേജ് ദർ ഈസ് നോ നീറ്റ് 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. അങ്ങനെ ഡിഫറൻസിയേഷൻ ഉള്ള ലാംഗ്വേജും ഉണ്ട്, ഇല്ലാത്ത ലാംഗ്വേജും ഉണ്ട്. ദ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് മേ ബി കാറ്റഗറൈസ്ഡ് into pictographic or ideographic, logographic, symbolic, alphabetic, phonetic. Pictographic or ideographic, logographic, symbolic, alphabetic, phonetic. Okay, first we focused on the pictographic. What is it? In pictographic writing, each sign correspond to a thing, an object or an idea. ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഐഡിയയെ കുറിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും ഓരോ സൈനും. പിക്ചേഴ്സ് റെപ്രസെൻറ്റ് മെസ്സേജസ്. പിക്ചേഴ്സാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ മെസ്സേജിനെയും. ഫോർ എക്സാമ്പിൾ, ദ പിക്ചർ ഓഫ് സൺ, ദാറ്റ് ഓഫ് മൂൺ റെപ്രസെൻറ്റഡ് ദീസ് ഒബ്ജക്റ്റ് റെസ്പെക്റ്റീവ്ലി. നമുക്ക് ഒരു പിക്ചർ കണ്ടാൽ അതിൻ്റെ ഇത് കിട്ടുക. പ്രിമിറ്റീവ് പിക്ടോഗ്രാഫ് കൺവേഡ് മെസ്സേജ് ഇൻ ദി സെയിം വേ ആസ് ദ മോഡേൺ കാർട്ടൂൺ ഡസ്. നമുക്ക് കാർട്ടൂണൊക്കെ ഇപ്പം ചെയ്തിരുന്ന പോലെ പിക്ചർ റെപ്രസെൻറ്റ് ദി മെസ്സേജ്. ഓക്കെ. Primitive pictograph convey messages in the same way as the modern cartoon does. In the Sumerian writing, 4 semicircle with a picture of an ox's head stood for 4 oxes. നമ്മൾ ശ്രദ്ധിക്കുക, സെമേരിയൻ ഏജിൽ റൈറ്റിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ ഒരു 4 സെമി സർക്കിൾ ഇട്ടിട്ട് ഒരു ഓക്സിൻ്റെ ഹെഡ് വെച്ചാൽ അതെന്താണ് 4 ഓക്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. The sheep, the sun and the bird all represent as using pictorial symbols. നമുക്ക് ഇപ്പം ഷീപ്പ്, സൺ, ബേർഡ് all are represent using pictorial symbols ഉപയോഗിച്ചിട്ടാണ്. Gradually, the pictorial symbols underwent a process of extension of meaning. അതിന് മീനിങ് എക്സ്റ്റൻഷൻ വന്നു. This occurred when the same symbol began to be used for more abstract concept related to the original object. ഇതെന്ത് ചെയ്താൻ പറ്റും, അതിനെ എക്സ്റ്റെൻഡഡ് ഫോമിൽ ഉപയോഗിക്കാൻ തുടങ്ങി. എന്താണ്, മോർ അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റ്, നമുക്ക് കാണാൻ പറ്റാത്ത കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് പറയാൻ തുടങ്ങി അല്ലേ. ഇൻ പിക്ചർ ഓഫ് ദ സൺ റെപ്രസെൻറ്റ് വേരിയസ് അബ്സ്ട്രാക്ട് ഐഡിയാസ് അസോസിയേറ്റഡ് വിത്ത് ദ സൺ സച്ച് ആസ് ബ്രൈറ്റ്നസ്, ഡേ ആൻഡ് ടൈം. മനസ്സിലായോ? സൂര്യനെ അതിന് 2-3 വശങ്ങൾ വന്നു. എന്ത്, ബ്രൈറ്റ്നെസ്സിനെ കുറിച്ചിട്ട്, ഡേനെ കുറിച്ചിട്ട്, ടൈമിനെ കുറിച്ചിട്ട്. അപ്പം എന്ത് ചെയ്തു, ആ പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ വന്നു വേഗമായി. അത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് വന്നു. മറ്റേത് അങ്ങനെ ആയിരുന്നില്ല, ഒന്നിന് ഒരു മീനിങ് മാത്രം. ഇപ്പോൾ ഡേ മാത്രമാണ്, സണ്ണിനെ കാണുമ്പോൾ ഡേ മാത്രമായിരുന്നു. പക്ഷേ അങ്ങനെ അത് മാറിയിട്ട് എന്ത് ചെയ്തു, സിമ്പിൾ ബിഗാൻ ടു ബി യൂസ്ഡ് ഫോർ മോർ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ദ ഒറിജിനൽ ഒബ്ജക്റ്റ്. അങ്ങനെ സൺ എന്നുള്ള സംഭവം റെപ്രസെൻറ്റ് ചെയ്യുന്നതിനൊക്കെയാണ് ബ്രൈറ്റ്നസ്, ഡേ, ടൈം, ഇതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം അതിന് പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ കുറച്ചൊന്ന് മങ്ങി തുടങ്ങി, അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് എന്താണ്. അപ്പോൾ പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ അതിൻ്റെ ഒരു ഡ്രോബാക്സ് ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് വി ഹാവ് ലോഗോഗ്രാഫിക്. ഇൻ ലോഗോഗ്രാഫിക് റൈറ്റിംഗ് ഈ സൈൻ കറസ്പോണ്ട് ടു എ വേർഡ്. ഓരോ വേർഡും ഓരോ സൈനും കറസ്പോണ്ട് ടു എ വേർഡ്, ഒരു വേർഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇൻ ലോഗോഗ്രാഫിക് റൈറ്റിംഗ് ഈച്ച് സൈൻ കറസ്പോണ്ട് ടു എ വേർഡ്. അതാണ് ലോഗോഗ്രാഫിക്. നെക്സ്റ്റ് വൺ സിംബലിക് ആണ്. സിംബലിക് നിങ്ങൾക്കറിയാം, എന്താ സിംബല്?
സിമ്പിളിന് സിലബിക്, സിലബിക്. സിലബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട്സ് പ്രൊഡ്യൂസ് വിത്ത് എ സിംഗിൾ ബ്രത്ത് വോയിസ്. ഒറ്റ ശ്വാസത്തിൽ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന സൗണ്ടിനെയാണ് സിലബിൾ എന്ന് പറയുക. ഒരു വേർഡിൽ എത്ര സിലബിൾ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കുക? ആ വേർഡിൽ എത്ര കോൺസണൻറ്റ് നോക്കിയിട്ടാണ്. ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഒരു വേർഡിൽ എത്ര സിലബിൾ ഉണ്ട് നോക്കുക, ഒരു വേർഡിൽ എത്ര വവൽ സൗണ്ട് ഉണ്ട് നോക്കിയിട്ടാണ്. ഇൻ ദിസ് സിസ്റ്റം റൈറ്റിംഗ് ഈ സൈൻ കറസ്പോണ്ട് ടു എ സിലബിൾ. ഒരു സിലബിൾ ആയിട്ട് ഇപ്പം നമുക്കറിയാം മാഡ് എന്നുള്ളൊരു വേർഡിൽ മാഡ്, അതിൽ മ് എ ഡി 3 സൗണ്ട് ഉണ്ട്, 3 സിലബിൾ ഉണ്ട് അല്ലേ? 3 സിലബിൾ അല്ല, ഒരു സിലബിൾ ഉണ്ട്. ആ എന്നുള്ള സൗണ്ട് പോലെ ഉള്ളൂ. അപ്പോൾ ഒരു സിലബിക് വേർഡാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മോണോ സിലബിക് വേർഡ്, ഡൈ സിലബിക് വേർഡ്, ട്രൈ സിലബിക് വേർഡ്, പോളി സിലബിക്. മോണോ മീൻസ് ഒരു സിലബിളുള്ള വേർഡ്, ഡൈ മീൻസ് 2 സിലബിൾ, ട്രൈ 3 സിലബിളുള്ള വേർഡ്, പോളി എന്ന് പറഞ്ഞാൽ 3 കൂടുതൽ സിലബിക്കുള്ള വേർഡ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ സിലബിക് പറഞ്ഞാൽ എന്താണ്? ഇൻ ദി സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഈ സൈൻ കറസ്പോണ്ട് ടു എ സിലബിൾ. ആൽഫബറ്റിക് ആകുമ്പോഴോ ഈ സൈൻ കറസ്പോണ്ട് ടു സൗണ്ട് യൂണിറ്റ് ദാറ്റ് മേക്ക് എ ഡിഫറൻറ്റ് ഇൻ മീനിങ്. ആൽഫബറ്റിക് നമുക്കൊരു സ്റ്റഡി ആൽഫബറ്റ് എന്നാൽ അറിയാലോ അല്ലേ? ഈ സൈൻ കറസ്പോണ്ട് ടു എ സൗണ്ട് യൂണിറ്റ് ആൽഫബറ്റ്. ഈ സൗണ്ട് ഈച്ച് സൈൻ ആണ്, എല്ലായിടത്തും സൈനാണ് കേട്ടോ. ഈ സൈൻ കറസ്പോണ്ട്സ് ടു എ സൗണ്ട് യൂണിറ്റ് ദാറ്റ് മേക്ക് എ ഡിഫറൻസ് ഇൻ മീനിങ്. ഓരോ സൈനും ഒരു സൗണ്ട് യൂണിറ്റിനെയാണ് റെപ്രസെൻറ്റ്, ദാറ്റ് മേക്ക് ഡിഫറൻസ് അല്ലേ? ഇപ്പം പ് ബ് ട് ഡ് എന്നുള്ള സൗണ്ടുകളൊക്കെ നമുക്ക് ആൽഫബറ്റിനനുസരിച്ച് അതിൻ്റെ മീനിങ് മാറും. ഈ സൈൻ കറസ്പോണ്ട് ടു എ സൗണ്ട് യൂണിറ്റ് ദാറ്റ് റെപ്രസെൻറ്റ് മേക്ക് എ ഡിഫറൻസ് ഇൻ മീനിങ്. നെക്സ്റ്റ് വൺ ഫോണറ്റിക്സ്, സ്റ്റഡി ഓഫ് സൗണ്ട് സിസ്റ്റമാണ്. നിങ്ങൾക്കറിയാം ഇൻ ഫോണറ്റിക്സ് ഈച്ച് സൈൻ കറസ്പോണ്ട് ടു എ സൗണ്ട് വെദർ സൗണ്ട് മേക്ക് എ ഡിഫറൻസ് ഇൻ ദ മീനിങ് ഓർ നോട്ട്. അപ്പോൾ ഓരോ സൈനും എന്താണ്? കറസ്പോണ്ട്സ് ടു എ സൗണ്ടാണ്. രണ്ടും സെയിം ആണല്ലേ? ഫോണറ്റിക്കും ആൽഫബറ്റിക്കും ഇവിടെ സൗണ്ടാണ്. സൈൻ കറസ്പോണ്ട് ടു എ സൗണ്ട് യൂണിറ്റ്. പിന്നെ ഇവിടെ ഫോണറ്റിക് ആകുമ്പോഴും കറസ്പോണ്ട് ടു എ സൗണ്ട് വെദർ ദ സൗണ്ട് മേക്ക് എ ഡിഫറൻസ് ഇൻ മീനിങ് ഓർ നോട്ട്. ഇൻ ദി പ്രോസസ് ഓഫ് ഗ്രോത്ത് ഓഫ് റൈറ്റിംഗ് ഫോണറ്റൈസേഷൻ ഹാസ് കം ടു ബി റിഗാർഡഡ് ആസ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ്. ഫോണറ്റൈസേഷനാണ്, ഫോണറ്റിക്സിലൂടെയാണ് കൂടുതൽ നല്ലതായിട്ട് വന്നത്. ഫോണറ്റൈസേഷൻ മീൻസ് ദ അസോസിയേഷൻ ഓഫ് സർട്ടൻ സിമ്പിൾസ് വിത്ത് എ പെർട്ടിക്കുലർ സൗണ്ട് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഫോണറ്റിക്സ് എന്ന് പറഞ്ഞ സ്റ്റഡി ഓഫ് സൗണ്ട് സിസ്റ്റമാണ്. അപ്പം മീൻസ് അസോസിയേഷൻ ഓഫ് സർട്ടൻ സിമ്പിൾസ് വിത്ത് എ പെർട്ടിക്കുലർ സൗണ്ട് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. നമ്മൾ ഒരു സർട്ടൻ സിമ്പിൾസ് ഓരോ സൗണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുക, അതാണ് ഫോണറ്റൈസേഷൻ. അത് ഓർത്ത് വെക്കണേ. ഇനി കുറച്ച് ജനറലായിട്ട് കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് ജനറലി അഗ്രി ദാറ്റ് ഏർലിയസ്റ്റ് ഫോം ഓഫ് റൈറ്റിംഗ് ഈസ് ദ സമേരിയൻ സിവിലൈസേഷൻ ഓഫ് 3300 BC. ഇറ്റ് ഒറിജിനലി പിക്ടോഗ്രാഫിക് ആയിരുന്നു. അതിലെന്താ വെച്ചാൽ ദ പിക്ചർ ഓഫ് വൈൽഡ് ആനിമൽ വിത്ത് എ ആരോ സ്റ്റിക്കൺ ബൈ ദ ഹണ്ടർ വാസ് ദ സഫിഷ്യൻറ്റ് ടു കൺവേ മെസ്സേജ്. മീൻസ് ഒരു വൈൽഡ് ആനിമലിൻ്റെ വിത്ത് ആൻ ആരോ സ്റ്റിക്കൺ ബൈ എ ഹണ്ടർ അതിൽ പിടിച്ച് നിന്നാൽ അത് ഒരു മെസ്സേജ് കൺവേ. ലേറ്റർ ഓൺ ഇറ്റ് ഡെവലപ്പ് ഇൻ ടു അതർ ഫോംസ്. ഓക്കെ, ദ സമേരിയൻ വേർഡ് TI means arrow and it was represented by a arrow in the script. അപ്പം TR എന്ന് പറഞ്ഞാൽ ആരോ ആണ് റെപ്രസെൻറ്റ്. ദ സെയിം വേർഡ് TI ഓൾസോ മെൻറ്റ് ലൈഫ്. അത് ലൈഫിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. TI എന്ന് പറഞ്ഞാൽ ലൈഫാണ്. ആൻഡ് ദ സെയിം സിമ്പിൾ കം ടു ബി യൂസ്ഡ് ഫോർ ദിസ് ഓൾസോ. ഗ്രാജുവലി ദ ആരോ സിമ്പിൾസ് കെയിം ടു ബി യൂസ്ഡ് ഫോർ ദ സൗണ്ട് ഓഫ് ദ വേർഡ് TI and it was used for the syllable TI in longer words. അതിൻ്റെ വാരിയേഷൻസ് പറയാണ്. ദസ് ഒറിജിനൽ വേർഡ് സിമ്പിൾസ് ഡെവലപ്പ് ഇൻ ടു സിലബിൾ സിമ്പിൾസ്. അങ്ങനെ സിലബിൾ സിമ്പിൾസിലേക്ക് വന്നു. ലേറ്റർ ഓൺ സച്ച് സിലബിൾ സിമ്പിൾസ് കം ടു ബി യൂസ്ഡ് ആസ് എ സ്പെൽ ഔട്ട് വേർഡായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ദ സമേരിയൻസ് റൈറ്റിംഗ് വാസ് എ മിക്സർ ഓഫ് ഇഡിയോഗ്രാം, വേർഡ് സിമ്പിൾ ആൻഡ് സിലബിൾ സിമ്പിൾസ്. ഇതിനൊക്കെ ഒരു എന്തൊക്കെയാണ്? ഇഡിയോഗ്രാം, വേർഡ് സിമ്പിൾ, സിലബിൾ സിമ്പിൾ, അങ്ങനെയൊക്കെ വന്നു. ഔട്ട് ഓഫ് ഇറ്റ് ഡെവലപ്പ് ദ cuneiform writing. Cuneiform was a system of writing used for the Canadian language. Canadian language ഉപയോഗിക്കുന്ന റൈറ്റിംഗ് ആണ്. The cuneiform writing was a almost syllabic in nature. Syllabic in nature ആയിട്ടുള്ള cuneiform ഇതിലേക്ക് വന്നു. This system is sign stood for a syllable such as ba, t, twa, sa, etc. Okay, അത് syllabic nature ഉള്ളതാണ്. ഇനി പറയുന്നത് ancient Egypt also used syllable writing system. ഈജിപ്തിലും സിലബിൾ റൈറ്റിംഗ് സിസ്റ്റമാണ്. ദിസ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് ദി ട്രൂ ആൽഫബറ്റിക് റൈറ്റിംഗ് ഇൻ ഈച്ച് സിമ്പിൾ ആക്ച്വലി റെപ്രസെൻറ്റ് സ്പീച്ച് സൗണ്ട്സ്. നമുക്കറിയാം എന്താ സിമ്പിൾ. വവൽസ് ആർ നോട്ട് ഇൻഡിക്കേറ്റ് ഈജിപ്ത് റൈറ്റിംഗ്. അതിൽ വവൽസ് ഉണ്ടായിരുന്നില്ല.
Okay, for example, the symbol of the word par, P-A-R, house, was a group of two concepts, pr, which could also stand for P-E-R, A-P-R, E-P-R. But there were 24 symbols which stood for just one consonant plus any vowel. This symbol system of writing of Egypt was adopted by the Western Semitic people inhabiting the eastern shore of the Mediterranean. The Greek took over this Semitic alphabet. They also made regular symbol for the vowel. All later alphabet system are ultimately derived from this Greek achievement. പിന്നെ അതിൽ നിന്നാണ് വന്നത്. ഈജിപ്ത് റൈറ്റിങ്ങിൽ കോൺസണൻസ് മാത്രമുള്ള വവലില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിൽ നിങ്ങൾ ഈ 5 കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പിക്ടോഗ്രാഫിക്, ഐഡിയോഗ്രാഫിക്, ലോഗോഗ്രാഫിക്, സിലബിക്, ആൽഫബറ്റിക്, ഫോണറ്റിക്. ഇത്ര ഓർത്ത് വെക്കുക. കുറച്ച് സിമ്പിളാണ്, പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഇത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. പിന്നെ ഈ ലാസ്റ്റ് വായിച്ച പാരഗ്രാഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയാൽ മതി. ഞാൻ ജസ്റ്റ് ഇതിൽ ഉണ്ടായപ്പോൾ ഒന്ന് വായിച്ചെന്നേ ഉള്ളൂ. ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.